നമസ്കാരം. പാകിസ്ഥാന്റെ പേടി സ്വപ്നമാണ് ഇന്ത്യയുടെ പിനാക്ക റോക്കറ്റ്. പരമശിവന്റെ ദിവ്യവില്ലായ പിനാക്കത്തിന്റെ പേരിലാണ് പിനാക്ക റോക്കറ്റ് സിസ്റ്റം അറിയപ്പെടുന്നത്. 1999 കാർഗിൽ യുദ്ധത്തിൽ പർവ്വത ഔട്ട്പോസ്റ്റുകളിൽ വിന്യസിച്ചിരുന്ന പാകിസ്ഥാൻ പോസ്റ്റുകളെ കൃത്യതയോടെ തകർത്ത് തരിപ്പണമാക്കിയ പിനാക്ക മാർക്ക് 1 റോക്കറ്റുകളെ ഇന്നും പാകിസ്ഥാൻ സൈന്യം ഭീതിയോടെയാണ് കാണുന്നത്. ഈ റോക്കറ്റിന്റെ ചൂടും കരുത്തുമറിഞ്ഞാണ് പാക് സൈന്യം യുദ്ധരംഗത്ത് നിന്ന് പിൻവാങ്ങിയതെന്നാണ് ഇന്ത്യക്ക് അഭിമാനമായത്. ഇന്ത്യയുടെ തദ്ദേശീയ റോക്കറ്റ് ലോഞ്ചറായ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നതിനായി ഇപ്പോൾ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഫ്രാൻസ് ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശന വേളയിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടന്ന ചർച്ചകളിലാണ് പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നതിനുമായി ബന്ധപ്പെട്ട് ഫ്രാൻസ് താൽപര്യം അറിയിച്ചിട്ടുള്ളത്. പിനാക്ക റോക്കറ്റ് ലോഞ്ചർ സൂക്ഷ്മമായി പരിശോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് സൈന്യത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യ ഫ്രാൻസ് പ്രതിരോധ ബന്ധത്തിലെ മറ്റൊരു നാഴികക്കല്ലായിരിക്കും ഈ തീരുമാനമെന്ന് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കുന്നുണ്ട്. ഈ വർഷം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ഫ്രാൻസിലെ ഉന്നതതല സന്ദർശനം നടത്തിയപ്പോൾ പിനാക്ക റോക്കറ്റ് സിസ്റ്റം ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നതിൽ ഫ്രാൻസ് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. M270 മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിന്റെ ഫ്രഞ്ച് പതിപ്പായ യൂണിറ്ററി റോക്കറ്റ് ലോഞ്ചുകൾക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിത പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്നാണ് ഫ്രാൻസിന്റെ അഭിപ്രായം. യുക്രൈനിന് 4 സംഭാവന ചെയ്തതോടെ നിലവിൽ ഫ്രാൻസിന് 9 LRUകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കൂടാതെ ഫ്രാൻസിന്റെ നിലവിലെ റോക്കറ്റ് സിസ്റ്റത്തിനേക്കാൾ ദൂരപരിധി കൂടുതലുള്ളവയാണ് ഇന്ത്യയുടെ പിനാക്ക റോക്കറ്റ് സിസ്റ്റം. അതിനാൽ തന്നെ ഇന്ത്യയിൽ നിന്നും പിനാക്ക റോക്കറ്റ് സിസ്റ്റം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിൽ ചൂടുപിടിച്ച ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന 2ാമത്തെ രാജ്യമാണ് ഫ്രാൻസ്. തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ കൂടി ലക്ഷ്യമിടുന്നതാണ് പിനാക്ക റോക്കറ്റ് ലോഞ്ചർ ഫ്രാൻസിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുമെന്ന് പ്രതീക്ഷപ്പെടുന്നത്. നേരത്തെ അൽമേനിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പിനാക്ക റോക്കറ്റ് സിസ്റ്റം കയറ്റുമതി ചെയ്തിട്ടുണ്ട്. DRDO ആണ് പിനാക്ക MBRL വികസിപ്പിച്ചെടുത്തത്. സോളാർ ഇൻഡസ്ട്രീസ്, ലാൻസർ ആൻഡ് ട്രൂബോ, ടാറ്റ ഓഡൻസീസ് ഫാക്ടറി ബോർഡ് എന്നീ കമ്പനികൾ സംയുക്തമായാണ് ഇത് നിർമ്മിക്കുന്നത്. 1999 കാർഗിൽ യുദ്ധത്തിൽ പർവ്വത ഔട്ട്പോസ്റ്റുകളിൽ വിന്യസിച്ചിരുന്ന പാകിസ്ഥാൻ പോസ്റ്റുകളെ കൃത്യതയോടെ ലക്ഷ്യമിടുന്നതിൽ ഇന്ത്യൻ സൈന്യം പ്രയോഗിച്ച പിനാക്ക മാർക്ക് 1 വിജയിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ ശത്രുരാജ്യം പിൻവാങ്ങാൻ നിർബന്ധപ്പെട്ടതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചതും ഇന്ത്യയുടെ ഈ തദ്ദേശീയ റോക്കറ്റ് സിസ്റ്റമായിരുന്നു. പിനാക്ക മാർക്ക് 1ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരപരിധിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിനാക്കയുടെ ഏറ്റവും പുതിയ പതിപ്പായ പിനാക്ക മാർക്ക് 2ന് 75 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയാണ് ഉള്ളത്. ഫ്രാൻസിന്റെ LRU റോക്കറ്റ് സിസ്റ്റം പോലും നിലവിൽ 70 കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് നൽകുന്നത്. പിനാക്ക മാർക്ക് 2 കൂടാതെ 120 കിലോമീറ്റർ, 300 കിലോമീറ്റർ എന്നിങ്ങനെ ദൂരപരിധിയുള്ള പിനാക്കയുടെ 2 പുതിയ പതിപ്പുകൾ കൂടി വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഈ പുതിയ 2 പതിപ്പുകൾക്കും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അംഗീകാരം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com